നമസ്കാരം. ഒരു മോങ്ങൽ ഉയർന്നു കേൾക്കുകയാണ്. ഞങ്ങളുടെ സതീശനെ ഒഴിവാക്കിയേ. വേറൊന്നുമല്ല, വിഴിഞ്ഞം പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണല്ലോ, അല്ലെങ്കിൽ കമ്മീഷനിങ് ആണല്ലോ വരുന്ന മെയ് 2 എന്ന് പറയുന്നത്. ആ പരിപാടിയിലേക്ക് VD സതീശന് ക്ഷണമില്ല. അതിനു പകരം തലസ്ഥാനത്തെ MP ആയിട്ടുള്ള ശശി തരൂരിനും MLA ആയിട്ടുള്ള വിൻസെന്റിനും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ കോൺഗ്രസുകാർ ഞങ്ങളുടെ സതീശനെ ഒഴിവാക്കി എന്ന മോങ്ങൽ വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാപ്രകളിലൂടെ ആ നിലവിളി ഉയർത്തുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് സതീശനെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ അത് സതീശന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 100 ദിന കർമ്മ പരിപാടികളുടെ ഉദ്ഘാടനമാണ്. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആ 4ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ സതീശൻ നടത്തിയൊരു വാർത്താ സമ്മേളനമുണ്ട്. കേരളത്തിലെ മാപ്രകൾ അത് കേട്ടില്ലെങ്കിൽ ഒന്ന് ചെവി തുറന്നൊന്ന് കേൾക്കുക. എന്തുകൊണ്ട് സതീശന്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞെന്നാണോ, അതോ ഞാൻ തന്നെ വരില്ല എന്ന് സതീശൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണോ എന്ന് നിങ്ങളൊന്ന് കേട്ടെ. ഞങ്ങൾ പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം ഈ 4ാം വാർഷിക ആഘോഷങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. അല്ലാതെയുള്ള എല്ലാ വാർഷിക ആഘോഷ പരിപാടികളിൽ നിന്നും പൂർണ്ണമായി ബഹിഷ്കരിക്കാനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം ഞങ്ങൾ അറിയിക്കും. കേട്ടല്ലോ, ഞാൻ എല്ലാം ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണല്ലോ അതീ പറഞ്ഞത്. അപ്പോ മുൻകൂട്ടി എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല എന്ന് പ്രഖ്യാപിച്ച ഒരാളെ വിളിക്കേണ്ടതുണ്ടോ? വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ആ വേദിയിൽ ആരൊക്കെയാണ് അതിഥികളായി ഇരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള പ്രോട്ടോകോൾ ഒക്കെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടിയാണ്. അവിടെ അവർക്ക് സതീശൻ വരണ്ട എന്നുള്ള തീരുമാനം എടുത്തതായിട്ടും കൂടി ചില വാർത്തകൾ വരുന്നുണ്ട്, സ്ഥിരീകരണമായിട്ടില്ല. പിന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സതീശൻ എന്തിനാണ് വിളിക്കേണ്ടത്? പ്രതിപക്ഷ നേതാവ് എന്ന ലേബലിലാണോ, ആ ബഹുമാനത്തിലാണോ? ഒരു വ്യക്തി അയാൾ പ്രതിപക്ഷ നേതാവാണെന്ന് തന്നെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം ഈ 365 ദിവസത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാത്തിലും ഇടങ്കോലിടുക, എല്ലാത്തിലും അഴിമതിയാണെന്ന് പറയുക, എല്ലാത്തിനെയും തടയിടാനും നശിപ്പിക്കാനും ശ്രമിക്കുക. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടെടുക്കാം. അവിടെ ഒരു 100 ദിന സമരം സതീശൻ സ്പോൺസേർഡ് ആയിട്ട് അവിടെ അരങ്ങേറിയിരുന്നു. അതായത് സതീശന്റെ കിങ്കരന്മാരായിട്ടുള്ള യൂജിൻ പെരേരമാരെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് വിഴിഞ്ഞം പദ്ധതിക്കെതിരെ സമരം നടത്തി ആ പദ്ധതി ഇതിനു മുന്നേ കമ്മീഷൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ തടസ്സപ്പെടുത്തി. എങ്ങനെ? ഈ തീരദേശ ശോഷണം എന്ന പേരിലായിരുന്നു ആ സമരം. അതായത് നമുക്കറിയാലോ, പൂവാറ് മുതൽ അങ്ങ് 5 തെങ്ങ് വരെ നീണ്ടു വ്യാപിച്ച് കിടക്കുന്ന ഇടങ്ങളിൽ, ക്രിസ്ത്യൻ വിഭാഗക്കാർ മാത്രം താമസിക്കുന്ന ഇടങ്ങളിൽ ഒരു പ്രത്യേക തീരശോഷണം എന്നുള്ള നിലയ്ക്ക് അവിടെ ലത്തീൻ സഭ നടത്തിയ സമരം നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സതീശൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആ ഈഗോ ചോദ്യം ഇന്നിപ്പോ സതീശനോട് തിരിച്ചു ചോദിക്കാൻ പോവുകയാണ്. അപ്പോ തീരുമാനങ്ങൾ എടുത്ത തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം. എനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്താ ഇത്ര ഈഗോ? നിങ്ങൾ മഹാരാജാവല്ലോ ആണോ? 100 ദിവസമായി സമരം നടക്കുന്ന ഈ തിരുവനന്തപുരത്ത്, ഈ തലസ്ഥാന നഗരിയിലെ ആ സമരസമിതിയുമായി കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാ? മുഖ്യമന്ത്രി ഇടപെട്ട് സംസാരിച്ച് ഈ പാവങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണും. അതല്ല പുറപ്പാടെങ്കിൽ ഈ സമരം കൂടുതൽ ആളിപ്പടരും, ശക്തിയായി അത് മാറും. അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊന്നും അനാവശ്യമായ രാഷ്ട്രീയം കലർത്താറില്ല. നിങ്ങളാണെങ്കിൽ അത് ചെയ്തേനെ, ഞങ്ങൾ ചെയ്യാറില്ല. കാരണം ഞങ്ങളുടെ ആഗ്രഹം സമരം ചെയ്ത് നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കണമെന്നല്ല. ഞങ്ങളുടെ ആഗ്രഹം ആ പാവപ്പെട്ടവരുടെ പ്രശ്നം തീരണമെന്നാണ്. അത് നെഞ്ചിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. അതുകൊണ്ട് ഇത് ഏകപക്ഷീയമായി ഇതുവരെ പോകുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരുപാട് സമരങ്ങൾ, തീക്ഷ്ണമായ സമരങ്ങൾ കാണേണ്ടി വരുമെന്ന് മാത്രം ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, അതേടോ സതീശ, ആ ഈഗോയുടെ ഭാഗം തന്നെയാണ് ഈ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന വിഴിഞ്ഞം പദ്ധതി. അന്ന് ആ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കിയില്ല. അനാവശ്യ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ സൗകര്യമില്ലായിരുന്നു. സതീശനൊക്കെ ഇത്തരം ആൾക്കാരുടെ മുന്നിലൊക്കെ മുട്ടിലെഴയുന്നത് കൊണ്ടാണ് ഇവിടെ ദേശീയപാത വന്നില്ല, ഗെയിൽ പൈപ്പ് ലൈൻ വന്നില്ല,
സതീശനും കിങ്കരന്മാരെല്ലാം ഇരുന്നെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയും വരാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള ചില ഓപ്പറേഷൻ സമരം അല്ലെങ്കിൽ പ്ലാൻഡ് സമരം അല്ലെങ്കിൽ ചില ഉദ്ദേശശുദ്ധിയോടുകൂടി നടത്തുന്ന സമരം, അതിനെ വകവെച്ച് കൊടുക്കാതെ തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ആ സമരത്തിന് പോയി കൂട്ടുനിന്ന് ആ പദ്ധതിക്ക് തുരങ്കം വെച്ച വ്യക്തിയെ എന്തിനാണ് ക്ഷണിക്കേണ്ടത്? നമ്മൾ ആരെങ്കിലും ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി ഒരു നുള്ളു മണ്ണെങ്കിലും എടുത്ത് അതിലോട്ട് ഇട്ടേക്കണം. ഇത് എങ്ങനെയൊക്കെ ആ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ വേണ്ടി അള്ളു വെക്കാൻ പറ്റുമോ അതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു സതീശൻ. ആ സതീശൻ അതിൽ ഇല്ലാതിരിക്കുന്നതാണ് അന്തസ്. ഒപ്പം തന്നെ ഞാൻ ബഹിഷ്കരിച്ചു എന്ന് പ്രഖ്യാപിച്ച ആളെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുവന്ന് ഇരുത്തേണ്ട ഒരു ഉത്തരവാദിത്വവും സർക്കാരിനില്ല. അവിടെ വന്നിട്ട് കല്ലിട്ടത് ഞങ്ങളുടെ ചാണ്ടിച്ചലാണെന്ന് പറയാനാണോ? അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യാതെ ആ പദ്ധതിയെ വൈകിപ്പിക്കാൻ വേണ്ടി എല്ലാത്തരം ഇടപെടൽ നടത്തിയ വ്യക്തിയെ എന്തിനാണ് ഒരു പരവതാനി വിരിക്കേണ്ട കാര്യം? ഒരു കാര്യവുമില്ല. അതായത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രതികരണം ഏറ്റവും ഒടുവിലെടുത്താൽ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുവന്ന ഗവർണർമാരുടെ വിരുന്ന്, ആ വിരുന്ന് മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ട് പോലും ഇല്ലാത്ത പരിപാടി, ആ പരിപാടിയിൽ BJP-യുമായിട്ട് അന്തർധാര എന്ന് പറയുന്ന ഈ വ്യക്തി പ്രധാനമന്ത്രി ഇവിടെ വന്ന് സ്വീകരിച്ചപ്പോ മുഖ്യമന്ത്രി കൈ പിടിച്ചപ്പോ അത് മുഖ്യമന്ത്രിയുടെ ആത്മബന്ധമാണെന്ന് ചിത്രീകരിച്ച വ്യക്തി. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ മകളെ പോലും വേട്ടയാടാൻ വേണ്ടി സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്ന ഈ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെ എന്തിനാണ് സ്വീകരിക്കേണ്ടത്? എന്തിനാണ് വിളിക്കേണ്ടത്? പ്രതിപക്ഷ നേതാവ് എന്ന ലേബലിലാണോ? അതിന്റെ ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളെയും തുരങ്കം വെച്ച വ്യക്തി മാത്രമാണ് സതീശൻ. അതുകൊണ്ട് സതീശൻ ഔദ്യോഗികമായി ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ സതീശനെ ക്ഷണിച്ചില്ലേ എന്ന് സതീശൻ മാസപ്പടി കൊടുക്കുന്ന മാപ്രകൾ മോങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടം കൂടി ഇരുന്നങ്ങ് മോങ്ങിയാൽ മതി. സതീശൻ ഈ പരിപാടിയിൽ നിന്നല്ല, സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും UDF സഹകരിക്കില്ല, ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നാണമില്ലേ ഇങ്ങനെ മോങ്ങാനെന്ന് മാത്രമേ തിരിച്ച് അവരോട് ചോദിക്കാനുള്ളൂ.